ഹലോ, ഇന്ന് ഞാനത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് വീഡിയോസൊന്നും കാണാത്തതിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് പനിയും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണാതിരുന്നത്. ഇന്ന് ഞാൻ കുറേ ചൈനീസ് ബോൾസത്തിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റികൾ, ഒരു 10 വെറൈറ്റികൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. കുറേ നമ്മുടെ അടുത്തുണ്ടായിരുന്നു, എന്നാലും ഇല്ലാത്ത കുറച്ച് കളറും കൂടി ഞാനിതിനകത്ത് എൻ്റെ ഗാർഡനിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണേ. അപ്പോൾ ഈ ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് ഏത് കളർ എൻ്റെ കയ്യിലില്ലെങ്കിലും ഞാനത് കണ്ടുപിടിച്ച് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഞാനൊരു 10 കളറോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ ഓർഡറെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ കൊച്ചിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം വന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അത് അവിഞ്ഞു പോയാലോ എന്നൊക്കെ പേടിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ് അയക്കണ്ട, ഞാൻ വന്ന് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരാഴ്ചത്തോളമൊക്കെ അത് കേടുകൂടാതെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞങ്ങളത് വിളിച്ച് എടുത്ത് വീട്ടിൽ വെപ്പിച്ചായിരുന്നു കേട്ടോ, അവരുടെ വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേരെ വന്നതൊക്കെ എടുത്തിട്ട് വന്ന് രാത്രി തന്നെ എനിക്കൊരു ആകാംക്ഷ, ദൈവമേ എൻ്റെ ചെടികളെല്ലാം അവിഞ്ഞു പോയാൽ എന്ത് ചെയ്യും, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര കൊച്ചിന് വയ്യാഴികെ കഴിഞ്ഞും കൂടുതലും ടെൻഷൻ എനിക്ക് ചെടീനെ പറ്റി ഓർത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് രാത്രി തന്നെ അതെല്ലാം ഒന്ന് അഴിച്ച് എടുത്ത് കേട്ടോ. ഇതിൻ്റെ എല്ലാം നല്ല സേഫായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇലകൾക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രഷായിട്ട് തന്നെ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല പാക്കിംഗ് ആയിരുന്നു അവരുടേത്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേപ്പറിൽ പൊതിഞ്ഞ് നല്ല ക്ലിയറായിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയത് തണ്ട് വല്ലതും ഒടിഞ്ഞിട്ടുണ്ടാകുമോ, ചെറിയ തണ്ടിന് കട്ടി കുറഞ്ഞ പ്ലാന്റ് ആണല്ലോ ഈ ബാൾസം പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം എടുത്ത് അഴിച്ച് പെറുക്കി എടുത്ത് വെച്ചു. തണ്ടിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേണ്ട എനിക്ക് 10 പ്ലാന്റിന് കൊടുത്ത് ഒരു പ്ലാന്റ് ഫ്രീയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഒരു പോട്ട് എടുത്ത് ഒരു ചെറിയൊരു ബേസും പോലെ എടുത്തിട്ട് അതിനകത്ത് ഞാനൊരു പേപ്പർ ഇട്ടിട്ട് ചെടികൾ ഇറക്കി വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുവാണെങ്കിൽ അത് നന്നായിട്ട് രാവിലത്തേക്ക് ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് പ്ലാസ്റ്റിക് കവറിനകത്ത് അവർ ഓൾറെഡി നല്ലപോലെ വെള്ളമെല്ലാം ഒഴിച്ച് പായ്ക്ക് ചെയ്തേക്ക് വരുന്നു കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ഒരാഴ്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാലും കേടാകാതെ ഇരിക്കും എന്നുള്ള ഇതിലായിരിക്കും അവരങ്ങനെ ചെയ്തേക്കുന്നത്. എന്താണ് നന്നായിട്ട് പായ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മണ്ണൊക്കെ ആണെങ്കിലും പോകാണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷമായി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് 2 പ്ലാന്റ് വെച്ചിട്ടായിരുന്നു വെച്ചേക്കുന്നത്, ഒരു കവറിനകത്ത്. എല്ലാത്തിനകത്ത് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിലത് ഞാൻ എടുത്തപ്പോൾ പൊഴിഞ്ഞ് ചാടിപ്പോയായിരുന്നു. എന്നാലും 1-2 എണ്ണത്തിനകത്തൊക്കെ ഞാൻ പറഞ്ഞ കളർ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേണ്ട് ഞാൻ എല്ലാം